ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ആൻസർ 1889 നവംബർ 14. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്. നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ആൻസർ 1964 മുതൽ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ആൻസർ ഉത്തർപ്രദേശിലെ അലഹാബാദ്. അലഹാബാദിൻ്റെ പുതിയ പേര് എന്താണ്? ആൻസർ പ്രയാഗ്രാജ്. ലോക ശിശുദിനം എന്നാണ്? ആൻസർ നവംബർ 20. നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ആൻസർ മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ആൻസർ സ്വരൂപ് റാണി. ജവഹർലാൽ നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്? ആൻസർ കാശ്മീരിലെ കൗൾ കുടുംബം. ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ആധുനിക ഇന്ത്യയുടെ ശില്പി. നെഹ്റു ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വർഷം എന്നാണ്? ആൻസർ 1910. നെഹ്റു ബിരുദമെടുത്ത കോളേജ് ഏതാണ്? ആൻസർ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ്. നെഹ്റു വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? ആൻസർ 16ാമത്തെ വയസ്സിൽ. നെഹ്റു വക്കീൽ പഠനം അഥവാ ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വച്ച്? ആൻസർ ലണ്ടനിൽ വച്ച്. ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത്? ആൻസർ അലഹാബാദ് കോടതിയിൽ. നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് എന്താണ്? ആൻസർ കമല കൗൾ. നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം? ആൻസർ 1916. നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ച്? ആൻസർ 1916 ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ് നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത്. ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേര് എന്താണ്? ആൻസർ ചാച്ചാജി. ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ അമൂല്യമായ രത്നം. ഭരണഘടനയുടെ ഏതു ഭാഗമാണ് നെഹ്റു തയ്യാറാക്കിയത്? ആൻസർ ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഭരണഘടനയുടെ ആമുഖം. ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത്? ആൻസർ ഗാന്ധിജിയുടെ. ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? ആൻസർ ജവഹർലാൽ നെഹ്റുവിൻ്റെ. ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? ആൻസർ മണിപ്പൂർ. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം എന്നാണ്? ആൻസർ 1955. നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനം എന്തായിരുന്നു? ആൻസർ സാരേ ജഹാംസി അച്ഛ. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ 1912 ബന്ദിപ്പൂർ കോൺഗ്രസ് സമ്മേളനം. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു. എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ രവീന്ദ്രനാഥ ടാഗോറിനെ. ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലികാനാമം എന്താണ്?
ആൻസർ ചാണക്യൻ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? ആൻസർ പുന്നമടക്കായൽ. പുന്നമടക്കായലിൽ വെച്ചാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ്? ആൻസർ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നതായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ അലഹാബാദിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ജവഹർലാൽ നെഹ്റു. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു. 1938 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ നാഷണൽ ഹെറാൾഡ്. 13ാമത്തെ വയസ്സിൽ നെഹ്റു അംഗമായ സംഘടനയുടെ പേര്? ആൻസർ തിയോസഫിക്കൽ സൊസൈറ്റി. നെഹ്റു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു? ആൻസർ കാർട്ടൂണിസ്റ്റ് ശങ്കർ. നെഹ്റുവിൻ്റെ സ്മരണയിൽ ഇന്ന് മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ താമസിച്ച വീട്? ആൻസർ തീൻ മൂർത്തി ഭവൻ. ജവഹർലാൽ അമർ ഹോ എന്ന മലയാള കവിത രചിച്ചത് ആരാണ്? ആൻസർ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം? ആൻസർ 1942 ആഗസ്റ്റ് 8. നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം? ആൻസർ 1947 ആഗസ്റ്റ് 15. ജവഹർലാൽ നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്? ആൻസർ 16 വർഷവും 9 മാസവും. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെൻറ്റിലെ ദർബാർ ഹാളിൽ വച്ച് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം? ആൻസർ വിധിയുമായുള്ള കൂടിക്കാഴ്ച. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആര്? ആൻസർ വിൻസ്റ്റൺ ചർച്ചിൽ. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു. നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം എന്നാണ്? ആൻസർ 1921. ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. അലഹാബാദ് നഗരസഭയുടെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണ്? ആൻസർ 1925. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏത്? ആൻസർ ഇൻഡിപെൻഡന്റ്. 1938 നെഹ്റു രൂപീകരിച്ച കമ്മിറ്റിയുടെ പേര് എന്താണ്? ആൻസർ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. നെഹ്റുവിൻ്റെ വിദേശ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ചേരിചേരാ നയം. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത് ഏതു വർഷം? ആൻസർ 1961. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യയ്ക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം ഏതാണ്? ആൻസർ ചേരിചേരാ നയം. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ മുംബൈ. ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ അണക്കെട്ടുകളെ. ഭാരത സർക്കാർ നൽകുന്ന ജവഹർലാൽ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആര്? ആൻസർ മദർ തെരേസ.
ഭാരത സർക്കാർ നൽകുന്ന ജവഹർലാൽ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ആൻസർ യൂത്ത് ആൻഡ്. നെഹ്റു ദേശീയ ബാലഭവൻ സ്ഥാപിച്ച വർഷം എന്നാണ്? ആൻസർ 1956. നെഹ്റു വളർത്തിയ മൃഗങ്ങളിൽ വെച്ച് നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി ഏതായിരുന്നു? ആൻസർ പാണ്ട. ജവഹർലാൽ നെഹ്റു എത്ര തവണ ജയിലിൽ പോയിട്ടുണ്ട്? ആൻസർ 9 തവണ. നെഹ്റു തടവിൽ കഴിഞ്ഞ കാലം എത്ര ദിവസമാണ്? ആൻസർ 3276 ദിവസം. മോത്തിലാൽ നെഹ്റുവിൻ്റെ അലഹാബാദ് നഗരത്തിലുള്ള ഭവനം ഏതു പേരിലാണ് പ്രശസ്തമായത്? ആൻസർ ആനന്ദഭവനം. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്നാണ്? ആൻസർ 1964 മെയ് 27. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ശാന്തിവനം. യമുന നദിയുടെ തീരത്താണ് ശാന്തിവനം സ്ഥിതി ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ആൻസർ കമലാ നെഹ്റുവിന്. ആ ദീപം പൊലിഞ്ഞു എന്ന് നെഹ്റു പറഞ്ഞത് ആരുടെ മരണത്തെക്കുറിച്ചാണ്? ആൻസർ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച്. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ന്യൂഡൽഹിയിൽ.